Car is coming. Car is coming in this way. Never coming. അങ്ങനെ നമ്മൾ തിരിച്ചുള്ള യാത്രയിലാണ് കേട്ടോ. അങ്ങനെ രാവിലെ വെളുപ്പിനെയാണ് നമ്മുടെ ഫ്ലൈറ്റ്. നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് വെച്ച് പിടിക്കുകയാണ്. ആകാശനം നമ്മളെ കൊണ്ടുവന്ന് വിടാൻ വേണ്ടി ആകാശമാണ് വണ്ടി ഓടിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ടിലിരിപ്പുണ്ട്. രാവിലെ വെളുപ്പിന് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല തണുപ്പൊക്കെയാണ്. എഴുന്നേൽക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. പക്ഷേ സമയമില്ലാത്ത വിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ യാത്രയെന്ന് പറഞ്ഞാൽ നമ്മൾ ഹുബ്ലിയിൽ നിന്ന് നേരെ ബാംഗ്ലൂർ ചെന്ന് അവിടെ നിന്ന് 1 മണിക്കൂറത്തെ ഡിലേ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് പിന്നീടാണ് നമ്മൾ കൊച്ചിക്ക് പോകുന്നത്. ഡയറക്റ്റ് ഫ്ലൈറ്റ് അല്ല, നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. രാവിലെ സമയമായതുകൊണ്ട് റോട്ടിലൊന്നും അധികം തിരക്കൊന്നും കാണുന്നില്ല കേട്ടോ. എന്നാലും അവിടെ ഇവിടെയായിട്ട് വാഹനങ്ങളൊക്കെ ഉണ്ട്. അധികം തിരക്കില്ലാത്ത ഒരു സമയമാണ് കേട്ടോ. 5:30, 6 ആ സമയമാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ഫ്ലൈ ഓവറിൻ്റെ സൈഡിൽ കൂടെയാണ്, സർവീസ് റോട്ടിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കർണാടക നമ്മൾ പൊതുവേ നമ്മൾ കണ്ടതുപോലെ റോഡുകളൊക്കെ നല്ല അടിപൊളി റോഡുകളാണ്. പ്രത്യേകതരം തിരിച്ച റോഡുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട്. നമ്മുടെ ഹുബ്ലി ധാർവാഡ് റോഡും അങ്ങനെ എല്ലാ റോഡുകളും അടിപൊളിയാണ് കേട്ടോ. നമ്മൾ എയർപോർട്ടിൻ്റെ കവാടത്തിലേക്ക് കയറുവാണ്. ഇവിടുത്തെ ഈ എയർപോർട്ട് ചെറിയൊരു എയർപോർട്ട്, ഡൊമസ്റ്റിക് എയർപോർട്ടാണെന്നാണ് പറഞ്ഞത്. ചെറിയൊരു എയർപോർട്ടാണ്. ഇവിടെ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. കൺസ്ട്രക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻ്റർനാഷണൽ ലെവലിലേക്ക് എയർപോർട്ട് ഉയർത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റിന് വേണ്ടിയുള്ള തിരക്കിലാണ് നമ്മളിപ്പം. എന്തൊക്കെയാണ് ഇവിടെ ചോദിക്കുക, ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും അറിയത്തില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് ബാംഗ്ലൂർക്കാണ്. ബാംഗ്ലൂരിൽ നിന്ന് 1 മണിക്കൂറത്തെ താമസത്തിന് ശേഷം നമ്മൾ നേരെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കായിരിക്കും നമ്മുടെ ഇന്നത്തെ യാത്ര കേട്ടോ. ഏകദേശം വൈകിട്ടത്തേന് കൂടി നമുക്ക് അവിടെ എത്താൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇതാണ് നമ്മൾ ആകാംക്ഷയോടു കൂടി കാത്തിരുന്ന ഹുബ്ലി എയർപോർട്ട് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് ഹുബ്ലി എയർപോർട്ടിലാണ്. നമ്മളിവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് പോവാണ്. അപ്പോൾ നമ്മുടെ കൂടെ അച്ഛനുണ്ട്, ഡോണയുണ്ട്. ഡോണയുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആണ്. പക്ഷേ നമ്മളത് ഇവിടെ നിന്ന് യാത്ര ചെയ്യുകയാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് 7 മണി കഴിഞ്ഞു കേട്ടോ. 6:30 കഴിഞ്ഞു. ആകാശനെ നമ്മൾ കൊണ്ടുകൂടെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തു. നമ്മളിപ്പം യാത്ര ചെയ്യാൻ തുടങ്ങുകയാണ്. നമ്മളിപ്പോൾ ഇൻഡിഗോയിലാണ്. ബോർഡിംഗ് പാസ്സൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ യാത്ര പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലാട്ടോ. അപ്പം നമുക്ക് പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഇത് ഹുബ്ലി എയർപോർട്ടിൻ്റെ ഉൾവശമാണ് കേട്ടോ. ഇത് മനോഹരമായിട്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന, പണിതുകൊണ്ടിരിക്കുന്ന ഒരു എയർപോർട്ടാണ്. അങ്ങനെ നമ്മുടെ സമയമായിരിക്കും കേട്ടോ. നമ്മളങ്ങനെ ഫ്ലൈറ്റിലേക്ക് പോവാണ്. അപ്പം ബാക്കി ഫ്ലൈറ്റിലെ വിശേഷങ്ങളൊക്കെ ഉണ്ട്. ഇത് ചെറിയൊരു എയർപോർട്ടാണ് കേട്ടോ. ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളാണ് കൂടുതൽ ഇവിടെ വരാറുള്ളത്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകൾ വളരെ വിരളമായിട്ട് മാത്രമേ ഉള്ളൂ ഇവിടെ ഉള്ളെന്നാണ് എൻ്റെ അറിവ് കേട്ടോ. നമ്മളങ്ങനെ ഫ്ലൈറ്റിലേക്ക് നമ്മൾ പോവുകയാണ്. ഇൻഡിഗോയുടെ ഫ്ലൈറ്റാണ് നമുക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. അതും ഒരു ചെറിയ ഫ്ലൈറ്റാണ് അവിടെ കിടക്കുന്നത്. അങ്ങനെ വേണ്ട എയർപോർട്ടിൻ്റെ മറ്റൊരു വശത്ത് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പുറത്തെ വശത്ത് ഇവിടെല്ലാം പുല്ലൊക്കെ നല്ല സെറ്റപ്പായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇന്ത്യയിലെ എയർപോർട്ടുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ, കമ്പാരിറ്റീവ്ലി മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച്. ഇതൊരു ചെറുവിമാനമാണ് കേട്ടോ. നമ്മളതിൻ്റെ പുറകിൽ കൂടെയാണ് നമ്മൾ കയറുന്നത്. ഫ്രണ്ട് വശത്തായിട്ട് ആ ലഗേജൊക്കെ ക്യാരി ചെയ്യുന്നിടം കണ്ടോ. നമ്മളങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നീണ്ട ക്യൂ ഒക്കെ ഉണ്ട്. അങ്ങനെ ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പിലാണ് ഗൈസ്.
ഫ്ലൈറ്റിലാണ്. നമ്മുടെ ബോർഡിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റ് കയറിയിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ അടുത്ത ആഗ്രഹം സഫലമാകാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഹുബ്ലിയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് അവിടേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പം. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ അങ്ങനെ ബാംഗ്ലൂർ എയർപോർട്ടിൽ നമ്മൾ എത്തിച്ചേരും ഗൈസ്. റൺവേയിൽ കൂടി ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിലെത്തി കേട്ടോ. അവിടെ കുറേ വിമാനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. ഇവിടെയും നമ്മൾ വന്നിറങ്ങി എയർപോർട്ടിലേക്കാണ് വന്നിറങ്ങിയത് കേട്ടോ. എയർപോർട്ടിലേക്ക് വന്നിറങ്ങിയിട്ട് നമ്മൾ ബസ്സിൽ അവർ നമ്മളെ കൊണ്ടുപോവുകയാണ്. ഈ കാണുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇൻഡിഗോയുടെ ലഗേജൊക്കെ ക്യാരി ചെയ്യുന്ന ആ ഒരു സ്പേസാണ് കേട്ടോ. വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ചെറിയ ഫ്ലൈറ്റുകളായതുകൊണ്ട് അവർ ആ ലഗേജുകളൊക്കെ ക്യാരി ചെയ്യുന്നതുകൊണ്ടോ. അങ്ങനെ നമ്മുടെ ലഗേജുകളൊക്കെ ഇവർ ഇറക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ ഈ ലഗേജുകൾ നമുക്ക് നേരെ കൊച്ചിനിലേക്കാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ ബസ് എയർപോർട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ ഏകദേശം 1 മണിക്കൂറോളം നമുക്ക് സമയമുണ്ട്. നമുക്ക് ലഘുഭക്ഷണമൊക്കെ കഴിക്കാനുള്ള സമയമുണ്ട്. ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ അടുത്ത ഫ്ലൈറ്റിന് പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ ബാംഗ്ലൂരിലാണുള്ളത് കേട്ടോ. ഇവിടെ നമുക്കിനി 12:45 നമുക്ക് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് കേട്ടോ. റാൻഡം ചെക്കിംഗ് ആണ്. आपकी सुरक्षा सबसे महत्वपूर्ण है और हम आपसे अनुरोध करते हैं कि आप इस slide drafts may be deployed. Please read our safety instruction card on how to use the slides or slide drafts. A safety information card and a communication guide are available in braille. Thank you for your attention. അങ്ങനെ ടേക്ക് ഓഫിൻ്റെ സമയമായിട്ട് നമ്മുടെ ഫ്ലൈറ്റ് റൺവേയിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ പറന്നുയർന്ന് നമ്മൾ കൊച്ചിയിലെത്തുന്നതായിരിക്കും. We welcome you to Kochi. We request you to close the window shades and open the air vents after the doors open. Thank you. ഇതങ്ങനെ വിജയകരമായി നമ്മൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഈ കിടക്കുന്ന ഫ്ലൈറ്റിലാണ് നമ്മൾ വന്നത് കേട്ടോ. ഇനി നമ്മൾ നേരെ ബാഗ് റിസീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോവാണ്. നമ്മളങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവരാണ് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ പൈലറ്റുമാർ കേട്ടോ. അങ്ങനെ അധികം ഡിലേ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഹുബ്ലിയിൽ നിന്ന് നേരെ ബാംഗ്ലൂർ എത്തി. ബാംഗ്ലൂരിൽ നിന്ന് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ നേരെ കൊച്ചിനിലെത്തി കേട്ടോ. ഞാനിവിടെ കൊച്ചിനിൽ 2ാമത്തെ തവണയാണ് വരുന്നത് ഡൊമസ്റ്റിക്കിൽ. ഇൻ്റർനാഷണലിന് ഇതുവരെ വന്നിട്ടില്ല. ഡൊമസ്റ്റിക്കിൽ 2ാമത്തെ തവണ. ഹരിച്ചിട്ട് ഇവിടെ വന്നിട്ടില്ല, ആദ്യമായിട്ടല്ലേ? ഡ്യൂട്ടി ഫ്രീ അല്ലേ അവിടെ? എവിടെ എടുത്തോ.